ഗൾഫേർ ബീഫ് ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ട് ടേസ്റ്റ് കിട്ടുന്നില്ല? അതിൻ്റെ റീസൺ ഞാൻ ഈ വീടിൻ്റെ അകത്ത് പറയാം കേട്ടോ. ആദ്യം നമുക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയൊരു കഷ്ണം മതി, പിന്നെ വലിയ ജീരകം എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക, മാറ്റി വയ്ക്കുക. എന്നിട്ട് 1.5 കിലോ ബീഫ്, 2 തക്കാളി, ഈ ചതച്ചത്, ഉലുവ, ഉപ്പ്, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, ആവശ്യത്തിന് ഉപ്പും പിന്നെ വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മിയിട്ട് ഒരു 3-4 വിസിൽ വരുന്ന വരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ബീഫ് ഞാൻ എടുത്തിട്ടുള്ളത് പാകിസ്ഥാനി ബീഫാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൾഫുകാർ പാകിസ്ഥാനി ബീഫ് തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഉലുവ, ചെറിയ ഉള്ളി, വലിയ ജീരകം എല്ലാം കൂടി ഒന്ന് വറുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഈ വേവിച്ച ബീഫും ഗ്രേവിയും കൂടി ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് വേണം കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. ആ ഒരു ഡാർക്ക് ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നാട്ടിൽ അതേ ടേസ്റ്റിലാണ് കിട്ടുന്നത്. കാരണം പാകിസ്ഥാനി ബീഫ് വെച്ചിട്ടാണ് ഇവിടെ ബീഫ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു രക്ഷയില്ല, അടിപൊളിയാട്ടോ.